السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശ്രമങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടിയാണിത്. നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുകയും അവരുടെ ശൈലിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. യഥാർത്ഥത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം ഉസ്താദന്മാരായ ഞങ്ങൾ ഓരോരുത്തർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ സന്താനങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ മുമ്പിൽ നല്ല പച്ചയായ വിളവെടുക്കാൻ വിത്തിട്ടാൽ വിളവെടുക്കാൻ പറ്റുന്നതായ നല്ല മണ്ണ് ഏത് രൂപത്തിലാണോ അത് രൂപത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നത്. ശേഷം അത് ആ മണ്ണിന് ഏത് വിത്താണോ യോജിച്ചത് ആ വിത്തുകൾ അതിൻ്റെ സമയത്തിട്ട് കൊടുത്ത് വളവും വെള്ളവും കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവന്നു. നമുക്കറിയാം കർഷകൻ്റെ അവസ്ഥ. അവൻ ഓരോ ദിവസവും വീക്ഷണത്തിൻ്റെ ലക്ഷ്യം ഇതാണ്: എൻ്റെ വിളവ് അത് വലുതാവണം, അതിൽ നിന്നും വലിയ ഖനികൾ നമുക്ക് കിട്ടണം. ഇതേ ലക്ഷ്യത്തിലാണ് നമ്മൾ ഓരോ മദ്രസയും നമ്മൾ സ്ഥാപിച്ചത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ കുട്ടികൾ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന നാം ഓരോരുത്തരുമാണ്. ഒരു സഹോദരന്മാരെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ആഖിറത്തിൽ നമ്മൾ ഒരുപക്ഷെ ഇവരെ നമ്മൾ എൻജിനീയറാക്കാം, അല്ലെങ്കിൽ വലിയ ഓഫീസർമാരാക്കാം. പക്ഷേ ഇതെല്ലാം ഉപരിയായിട്ട് നാം ദീൻ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അവനിൽ നിന്ന് നീങ്ങിപ്പോകും. പക്ഷേ അവൻ്റെ ഏടുകളിലേക്ക്, അവൻ്റെ അമലുടെ ഗ്രന്ഥങ്ങളിലേക്ക് ആ മകൻ ചെയ്യുന്ന ദുആ, ആ മകൻ ചെയ്യുന്ന സാലിഹായ മകൻ ചെയ്യുന്ന അമലുകൾ അവൻ്റെ കിതാബുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതേ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ. ഈ മക്കളെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിക്കാൻ നമ്മളുടെ ത്യാഗങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കാരണം ചരിത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹിയെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ഉമ്മ വിധവയായിരുന്നു. പക്ഷേ എന്തു ചെയ്യും, മകനെ പഠിപ്പിക്കണം, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരെന്ത് ചെയ്തു, മകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എത്രത്തോളം മകനെ ദീനിൻ്റെ വിഷയത്തിൽ, അതായത് സുബഹി നമസ്കാരത്തിന് ബഗ്ദാദിൻ്റെ തെരുവുകളിൽ, തണുത്ത തെരുവുകളിൽ തൻ്റെ മകൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം ചൂടാക്കുകയും ആ ചൂടാക്കിയ വെള്ളം കൊണ്ട് കുട്ടിയെ ഉദു ചെയ്യിപ്പിച്ച് ആ കുട്ടിയെ ഇരുട്ടിൻ്റെ വഴികളിലൂടെ നടന്ന് കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുവന്നാക്കുന്ന ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹയുടെ മാതാവിൻ്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ആ ഉമ്മയുടെ ത്യാഗമാണ് നമുക്ക് മുന്നിൽ അത്രയും വലിയ മഹാനെ നമുക്ക് സമ്പാദിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കളും ഈ ഉയർന്ന അവസ്ഥയിലെത്തണമെങ്കിൽ നമ്മളുടെ ത്യാഗം, ദീനിൻ്റെ വിഷയത്തിലുള്ള ത്യാഗം ഉണ്ടാകണം എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇന്ന് നടക്കാൻ പോകുന്നത് വെറും കലാപരിപാടികളല്ല, മറിച്ച് നമ്മുടെ മക്കൾ പഠിച്ച ദീനിയായ കാര്യങ്ങൾ അവരുടെ ശൈലിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവരവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ സദയം മാപ്പാക്കണം, അവരെ ചേർത്ത് പിടിക്കണം, അതിനവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹനീയമായ മജ്‌ലിസിനെ സ്വാഗതം. ആദ്യമായിട്ട് ഈ മദ്രസയിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ഹൈദർ ഉസ്താദ് അവറുകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഉസ്താദന്മാരായ ഇക്ബാൽ ഹസനി ഉസ്താദ് അവറുകൾ, അബ്ദുസ്സമദ് ഉസ്താദ് അവറുകൾ, അതേപോലെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള മറ്റു ഉസ്താദന്മാർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും നാട്ടുകാർക്കും മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ മക്കൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ്.